അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വാസത്തിന് വേണ്ടി തിളച്ച എണ്ണയിലേക്ക് സ്വന്തം കുഞ്ഞുമായി എടുത്തു ചാടിയ ഒരു ഉമ്മയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരണത്തിന്റെ തൊട്ടുമുന്നിൽ പകച്ചു നിന്ന നിമിഷം കയ്യിലിരുന്ന പിഞ്ചു കുഞ്ഞ് ഉമ്മയോട് സംസാരിക്കുകയാണ്. ഇന്നും സ്വർഗത്തിൽ നിന്ന് സുഗന്ധം വീശുന്ന ആ ഖബറിന് പിന്നിലെ വിറപ്പിക്കുന്ന സത്യം എന്താണ്? ഫറോവയുടെ കൊട്ടാരത്തിൽ അടിമയായി ജീവിച്ചിട്ടും അള്ളാഹുവിലുള്ള വിശ്വാസം നെഞ്ചിലേറ്റിയ മാഷിത ബീവി റളിയല്ലാഹു അൻഹയുടെയും ആ സന്ദർഭത്തിൽ അത്ഭുതകരമായി സംസാരിച്ച അവരുടെ പിഞ്ചു കുഞ്ഞിന്റെയും ആവേശം പകരുന്ന ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ആ സ്വർഗീയ സുഗന്ധത്തിന്റെ രഹസ്യം നമുക്ക് നോക്കാം. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്രാഇന്റെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ നബി തങ്ങൾക്ക് നല്ല ഒരു സുഗന്ധം അനുഭവിച്ചു. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലെ, എവിടുന്നാണ് ആ സുഗന്ധം? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു, നബിയെ, അത് ഫിർഔനിന്റെ മകൾക്ക് മുടി ചീകി കൊടുത്തിരുന്ന മാഷിത ബീവിയുടെയും മഹദിയുടെ മക്കളുടെയും ഖബറിൽ നിന്നാണ് ആ സുഗന്ധം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, ഈ ഖബറിൽ നിന്ന് സുഗന്ധം വരാനുള്ള കാരണം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, ഈ മാഷിത എന്ന് പറയുന്ന സ്ത്രീ ഫിർഔനിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഹദി മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ആ ചീർപ്പ് താഴെ വീണു. മഹദി ബിസ്മില്ല എന്ന പേര് എന്നുച്ചരിച്ചുകൊണ്ട് ആ ചീർപ്പെടുത്തപ്പോൾ ഫിർഔന്റെ മകൾ ഇത് കേട്ട് ചോദിച്ചു, എൻ്റെ ഉപ്പയല്ലേ നീ ഉദ്ദേശിച്ചത്? അപ്പം മാഷിത ബി പറഞ്ഞു, അല്ല, എൻ്റെയും നിങ്ങളുടെ ഉപ്പയുടെയും റബ്ബായ അള്ളാഹുവിനെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഫിർഔന്റെ മകൾ പറഞ്ഞു, എന്നാ ഞാൻ ഇത് ഉപ്പയെ അറിയിക്കും. അപ്പം മഹദി പറഞ്ഞു, നിങ്ങൾ അറിയിച്ചോളി, നമുക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ആ ഫിർഔന്റെ മകള് ഫിർഔന്റെ അടുത്ത് പോയി അറിയിച്ചു. അപ്പോൾ ഫിർഔന് മാഷിതയെ വിളിച്ചിട്ട് ചോദിക്കാണ്, യാ ഫുലാന ഇന്നലക്ക റബ്ബൻ ഗൈരി, പെണ്ണെ, ഞാനല്ലാത്ത റബ്ബ് എനിക്കുണ്ടോ? അപ്പൊ മാഷിത സധൈര്യം ഫിർഔന്റെ മുമ്പിൽ പറയുകയാണ്, അതേ ഉണ്ട്, റബ്ബി റബ്ബുക അല്ലാഹ്, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹു ഉണ്ട് എന്ന് മാഷിത ബീവി സധൈര്യം പറഞ്ഞപ്പോൾ മാഷിത ബീവിയോട് പറഞ്ഞു, എൻ്റെ വിശ്വാസത്തിൽ നീ മാറി നിന്നോ, ഇല്ലെങ്കിൽ തിളപ്പിച്ച എണ്ണയിലേക്ക് നിന്നെയും നിന്റെ മക്കളെയും ഞാൻ വലിച്ചെറിഞ്ഞ് കത്തിച്ച് ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു, അതെനിക്ക് വിഷയമല്ല, പക്ഷെ അതിനു മുമ്പ് നിങ്ങളങ്ങ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവസാനമായി ഒരു ആഗ്രഹം പറയാനുണ്ട്. അതെന്താ? ഫിർഔൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നെയും എൻ്റെ മക്കളെയും നിങ്ങൾ കത്തിച്ച് ആകെ ഭസ്മമാക്കി കളയുമ്പോൾ അതിന്റെ എല്ലുകൾ ഉണ്ടാവും. ആ എല്ലുകൾ വേർതിരിച്ചു വെക്കാതെ ഞങ്ങളെ ഒരുമിച്ച് ഒരു വസ്ത്രത്തിൽ കഫൻ ചെയ്ത് ഒരു സ്ഥലത്ത് ഞങ്ങളെ മറമാടണം എന്നതാണ് എൻ്റെ ആവശ്യം. ഫിർഔൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ ഫിർഔന് ആ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ഈ മാഷിത എന്ന് പറയുന്ന മഹദിയുടെ ഓരോ മക്കളെ പിടിച്ചിങ്ങനെ എറിയാൻ കൽപ്പിക്കുന്നു. കിങ്കരന്മാർ സൈന്യന്മാർ പിടിച്ച് അതിലേക്ക് എറിയുന്നു. അങ്ങനെ മക്കൾ എറിഞ്ഞ് അവസാനം മാഷിത എന്ന ബീവിയെ അതിലേക്ക് ചാടാൻ കൽപ്പിക്കുന്നു. അപ്പോൾ മഹദി അവറുകൾ ചാടാൻ വേണ്ടി പോകുന്ന സമയത്ത് മഹദി പെട്ടെന്ന് സ്റ്റോപ്പായി. എന്നിട്ടൊരു കാല് ബേക്കോട്ട് വെച്ചു. അപ്പൊ എന്താ സംഭവം? മഹദിയുടെ കയ്യിൽ മുലകുടി പ്രായമുള്ള ഒരു ചെറിയൊരു ചോര പൈതലുണ്ടായിരുന്നു. അതിനോർത്ത്, റബ്ബേ, ഇതിന് ഞാൻ ഈ എണ്ണയിലിട്ട് കൊല്ലാൻ കൊടുക്കുകയാണോ എന്നൊരു വിഷമം മനസ്സിലേക്ക് വന്നപ്പോൾ മഹദി അവർ ഒന്ന് പിൻവാങ്ങി. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ ചെറിയ ചോര കുഞ്ഞ് അവിടുന്ന് ഉമ്മയോട് സംസാരിക്കുകയാണ്. യാ ഉമ്മ ഇഖ്തഹിമി ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ആ പിഞ്ചു കുഞ്ഞ് അവിടുന്ന് സംസാരിക്കുകയാണ്, ഉമ്മ, നിങ്ങൾ ധൈര്യമായി ചാടിക്കോളൂ. ആഖിറത്തിലെ ശിക്ഷയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ദുനിയാവിലെ ശിക്ഷയ്ക്ക് വളരെ നിസ്സാരമാണ് എന്ന പിഞ്ചു കുഞ്ഞ് പറഞ്ഞപ്പോൾ സധൈര്യം ഈമാനിക ശക്തി ഒന്നും കൂടെ ഊർജ്ജസ്വലമായി വർദ്ധിക്കുകയും മഹദി അവറുകൾ ആ കുട്ടിയെ പിടിച്ച് ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ചാടുകയും ചെയ്തു. ചെറുപ്രായത്തിൽ സംസാരിച്ച മറ്റൊരു കുഞ്ഞിനെയും നമുക്ക് പരിചയപ്പെടാം. മഹാനായ മുഅദ്ദിദ് ഇബ്നു മുഅയ്ഖിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനവറുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഹജ്ജത്തുൽ വദാഇന്റെ ഹജ്ജിൽ പങ്കെടുത്ത മഹാനാണ്. ഹജ്ജ് കഴിഞ്ഞു. അങ്ങനെ അവരൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അത്ഭുതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ
14-ാം രാവിലെ ചന്ദ്രനെ പോലെ, പൂർണ്ണ ചന്ദ്രനെ പോലെ സൗന്ദര്യമായി ഇങ്ങനെ പുഞ്ചിരിച്ച് നബി തങ്ങൾ ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവം മഹാനവറുകൾ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. നബി തങ്ങളുടെ അടുത്തേക്ക് ആ ദിവസത്തിൽ പ്രസവിക്കപ്പെട്ട ഒരു ചെറിയ ചോര പൈതലുമായി ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ ഉടനെ തന്നെ ആ കുട്ടിയോട് ചോദിച്ചു, യാ ഗുലാം മൻ അന. ആ ചോര പൈതലോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് അറിയോ? ആ സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടി സംസാരിച്ചു, അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂലാണ് നബിയേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സദഖ്ത ബാറക്കല്ലാഹു ഫീക, സത്യം പറഞ്ഞു കുട്ടിയെ, അല്ലാഹു തആല ധാരാളം ബർക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞ് ദ്വാരന്നും കൊടുത്തു. മഹാനായ മുഅർരിദ് ഇബ്നു മുഅയ്ഖിബ് റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞിട്ട് പറയാണ്, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടിക്ക് അതിനുശേഷം മുബാറക്കുൽ യമാമ എന്ന് പേരാണ് കൊടുത്തിട്ടുള്ളത്. ആ കുട്ടിയുടെ പേരാണ് മുബാറക്കുൽ യമാമ. ഈ സംഭവം മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ ദലാഇൽ നുബുവ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.